എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ബൺ ദോശ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഉഴുന്ന് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രണ്ട് ഗ്ലാസ് പച്ചരി. ഞാനപ്പോൾ ഈ ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകണം. ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് മാറ്റി കഴുകണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ. ഇനി ഇതിൽ നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു 2 മണിക്കൂർ നേരമൊക്കെ കുതിർത്താനായിട്ട് വെച്ചാൽ മതി. പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. 1 ഗ്ലാസ് വെളുത്ത അവൽ. ഞാനിത് കുറച്ച് തിക്കായിട്ടുള്ള അവലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെക്കാം. തിന്ന അവലാണെങ്കിൽ നമ്മൾ അരക്കണതിന് മുമ്പ് തന്നെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി അരയ്ക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ നേരമൊക്കെ ആയിട്ടുണ്ട്. അരിയും അതുപോലെ അവലും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഈ മാവ് വന്നിട്ട് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ട ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാവ് പുളിക്കാനായിട്ട് വെക്കണം. ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ വേണ്ടി വരും മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടണം. വറുത്തിടാനായിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക്, ഉഴുന്നും പരിപ്പ്, പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മാവ് റെഡിയാണ്. നമുക്ക് ബൺ ദോശ ഉണ്ടാക്കാം. ബൺ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഴിയുള്ളൊരു ചട്ടി. ഞാനിപ്പോൾ ആപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ തീ ഫുള്ളിലിടണം. മൂടി വെച്ചതിന് ശേഷം സിമ്മിലാക്കിയാൽ മതി. 1 മിനിറ്റൊക്കെ മതി. തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് കുറച്ച് നേരം മതി. നമുക്കത് എടുക്കാം. നല്ല സോഫ്റ്റാണ്, സ്പോഞ്ചിയാണ്, നല്ല ബണ്ണ് പോലെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കുറച്ചും കൂടി കുഴിയുള്ള ചട്ടിയാണെങ്കിൽ ഇനിയും നല്ല ബണ്ണ് പോലെ വരും. എൻ്റെ കുറച്ച് പരന്ന ചട്ടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് ഫ്ലാറ്റായിട്ടിരിക്കുന്നത്. തേങ്ങാ ചട്നിയുടെ കൂടെ തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.